ഞാൻ ഏതം. ജീവിക്കാൻ പലവർക്കും പല കാരണങ്ങളാണ്. ചിലവർക്ക് ആ കാരണങ്ങൾ ഉണ്ടാവാറില്ല. ജീവിക്കാൻ കാരണങ്ങൾ വേണം, അതില്ലെങ്കിൽ ജീവിക്കരുത്. ഞാൻ ദേഷ്യപ്പെടാറില്ലായിരുന്നു, കരയാറില്ലായിരുന്നു, എന്തിന് ഒന്ന് ചിരിക്കാറ് പോലും ഇല്ലായിരുന്നു. അതൊക്കെ പലർക്കും സങ്കടം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എനിക്ക് ഞാൻ മാത്രമായിരുന്നു ഇമ്പോർട്ടൻ്റ്. എനിക്ക് ജീവിക്കാൻ കാരണങ്ങളുണ്ട്, പക്ഷേ ഇനി അങ്ങോട്ട് ജീവിതമില്ല. ഞാൻ ഏതം, അതെ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് കുറച്ച് നാളായി. പക്ഷെ ഞാൻ ഇതുവരെ എന്നെ ഇഷ്ടപ്പെടുന്നവരോടോ എനിക്കിഷ്ടമുള്ളവരോടോ ഇത് പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. നമുക്ക് ജീവിതത്തിനോട് ഏറ്റവും കൂടുതൽ കൊതി തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? ആ ജീവിതം ഇനി അധികം നാൾ ഉണ്ടാവില്ല എന്നറിയുമ്പോഴാണ്. മരുന്നുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരുന്നുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരുന്നുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മാറ്റങ്ങൾ അതെൻ്റേത് മാത്രമാവണം. ചുറ്റുമുള്ളവർക്ക് അതൊരു വേദനയാവരുത്. ഞാൻ ചിരിക്കാൻ മറന്നിട്ടില്ല, ഞാൻ കരയാൻ മറന്നിട്ടില്ല, ഞാൻ ജീവിക്കാൻ മറന്നിട്ടില്ല. ജീവിതം പലപ്പോഴും എങ്ങനെയാണ്, ജീവിക്കാൻ കാരണങ്ങൾ വേണമെന്നില്ല, അത് താനെ ഒഴുകിക്കോളും. ഞാൻ ഏതം, അതെ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്.